CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള JRP NDA വിട്ടു. കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. മുന്നണിയിൽ പരിഗണനയില്ല എന്ന് CK ജാനു പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, പാർട്ടിക്ക് NDAയിൽ പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി നിരന്തരമായി CK ജാനു ഉയർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുന്നണി വിട്ടുകൊണ്ടുള്ള തീരുമാനവും വരികയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. മറ്റേതെങ്കിലും മുന്നണിയുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനകൾ CK ജാനുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നുണ്ടോ സുർജിത്ത്? നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിശദമായ പ്രതികരണം CK ജാനുവിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ല. അവർ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്നിരുന്നു. ആ സംസ്ഥാന കമ്മിറ്റിയിലാണ് മുന്നണി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഇത് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന BJPയിൽ നിന്ന്, പ്രധാന കക്ഷിയായ BJPയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് CK ജാനു ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുന്നണി വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സജ്ജീകരിക്കുക, ഒരുക്കുക എന്നുള്ള ദൗത്യമാണ് നടപ്പാക്കുന്നത്. ആ ദൗത്യത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് CK ജാനു അല്പസമയം മുമ്പ് ഫോൺ വഴി സംസാരിച്ചത്. എന്തായാലും വിശദമായ പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബത്തേരിയിലായിരുന്നു CK ജാനു മത്സരിച്ചിരുന്നത്. ഇതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് K സുരേന്ദ്രൻ അടക്കം പ്രതി ചേർക്കപ്പെട്ട കോഴ വിവാദം, ബത്തേരി കോഴ വിവാദം വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയായിരുന്നു. അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ കേസിലും CK ജാനു ഇതിനകത്ത് പ്രതിയാണ്. അവർക്ക് കോഴ നൽകി, മത്സരിക്കുന്നതിന്റെ ഭാഗമായി കോഴ നൽകി എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപം നിലവിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിന് എല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക്, ഇത്തരത്തിൽ പാർട്ടി മുന്നണി വിടുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണമെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി CK ജാനു വെളിപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റീത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.